ശാന്തസുന്ദരമായ പ്രദേശം, പാലക്കാടിലെ ഒരു ഗ്രാമമാണ്. ഇത് എൻ്റെ നാടാണ്. ഇവിടെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇതിലൂടെയൊക്കെ ഒരുപാട് കളിച്ച് നടന്നിട്ടുള്ള ഓരോ ഓർമ്മകളാണ്. ഇവിടെയൊക്കെ കാണുമ്പില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാവും. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയതിൻ്റെ ഒരു സങ്കടം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തോളമായി, അതായത് വിഷു ദിവസം ഇവിടെ ഒരു അപകടം ഉണ്ടായി. അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിക്കാം. ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ളൊരു അവസ്ഥയാണ്. 2 ആഴ്ച ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലാണ്. നമ്മുടെ അവിടെ പിന്നെ സംഭവിച്ചു. എവിടെയെങ്കിലും കേട്ടിട്ടുള്ളൂ. ഭഗവാന് നമ്മ അങ്ങനെ ഒരു അനുഭവം കാണാനില്ല. ഒക്കെ 5-6 വീട് ഒന്നായി പോകേണ്ടതാണ്. പിന്നെ എല്ലാവരും തൊക്കെ ഒഴിക്കാൻ പോയതല്ലേ. ഒക്കെ കയറിലും ചോറിനും പോക്കും പിന്നെ ഒക്കെ ചാടലും ഇടിഞ്ഞു വീഴലും ഒപ്പം. ചാടിയതൊന്നും അല്ല, ഒക്കെ ഇടിഞ്ഞ് നീങ്ങിപ്പോയതാണ്. നീങ്ങിപ്പോയതാണ്. എല്ലാവരും ഉണ്ട്. നമ്മുടെ നാടിന് നടുക്കിയ ഒരു സംഭവം, നമ്മുടെ പൊതു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ, അപ്പോൾ ഈ കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിൽ ഒരാളും കൂടി ആയിട്ടുള്ള എൻ്റെ ഒക്കെ കൂട്ടുകാരനാണ്. അപ്പം ഷെരീഫ് എന്നാണ് പേര്. ഞാൻ ഷെരീഫിൻ്റെ അടുത്ത് തന്നെ അത് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഷെരീഫിനൊന്ന് പറയുമോ അവിടെ എന്ത് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുള്ള കാര്യം? സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വിഷു ദിവസം, ഏപ്രിൽ 14 വിഷു ദിവസം, നമ്മുടെ ഇവിടെ ഒരു ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഒരു ക്ലബ്ബ്, ഒരു മെമ്പേഴ്സ് എല്ലാവരും കൂടെ വർഷാവർഷം ഈ പൊതുകിണർ വൃത്തിയാക്കുന്നതാണ്. ഇത്തവണ ലേശം ലേറ്റായി, പക്ഷേ എങ്കിലും ഈ ക്ലബ്ബ് ഫണ്ട് പിരിയുന്നതോടനുബന്ധിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് അത് ചെയ്യാൻ വേണ്ടി മെനക്കെട്ടു. ചെയ്യാൻ വേണ്ടി ഒരു 3 മോട്ടർ വാടകയ്ക്കെടുത്ത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാച്ച് ആദ്യം ഇറങ്ങി അതിൽ പായലും മറ്റും ഇതൊക്കെ വൃത്തിയാക്കി കയറിയതിന് ശേഷം അടുത്ത ബാച്ച് ഇറങ്ങിയതായിരുന്നു. അടുത്ത ബാച്ച് ഇറങ്ങി അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കെ ഒരു വലിയ ശബ്ദത്തിൽ കിണറിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴായിരുന്നു. ഇടിഞ്ഞു താഴുന്നതിനൊപ്പം തന്നെ മേലെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്ന സുരേഷ് എന്ന് പറഞ്ഞ ആൾ ഇതിനോടൊപ്പം ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഞാനും വേറെ പ്രകാശൻ, ഷാജി എന്ന് പറഞ്ഞ വേറെ 2 ആളും കിണറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ സുരേഷ് എന്ന് പറഞ്ഞ ആളും മേലെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാദൃശ്യമായിട്ട് ആ ഭാഗം ഇടിഞ്ഞ് ഒന്നായി തള്ളി താഴേക്ക് പോകും. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയി. അതുമാത്രമല്ല, മറ്റ് വേറെ ഒരു സ്ത്രീക്ക് ഒരു അപകടം പറ്റി. ചെറിയ പരിക്കാണെങ്കിലും അപകടം പറ്റി. പക്ഷേ അതിന് റിലീസാവാൻ കുറേ സമയമെടുത്തു. നമുക്ക് രാത്രി ഉറക്കമില്ല, കരകയറി എല്ലാവരും ഇപ്പോഴും അതിൻ്റെ ഷോക്കിൽ തന്നെയാണ്. വിഷു ദിനത്തിൽ അതെ അത് നല്ല താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഈ റോട്ടിലൂടെ ഇങ്ങനെ ഈ പാടത്തൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത് ഇങ്ങനെ പോയി കുറച്ച് ദൂരം പോകണം. അപ്പോഴാണ് ഈ പൊതുകിണർ അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിൻ്റെ നടുക്കാണിത്. ഇതാണ് അപകടം നടന്ന കിണർ. കിണറിൻ്റെ അവസ്ഥ ഇപ്പം ഈ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ അറിയാലോ അത് എത്രത്തോളം ആഴത്തിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഏതപ്പം ജസ്റ്റ് നമ്മുടെ നാട്ടിലൊരു അപകടം നടന്നപ്പം അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. വേറൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.